അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ഒരു ദിക്ർ ഫി യൗമിൻ മിഅത മറ, ഒരു ദിവസം 100 തവണ പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം നോക്കൂ നിങ്ങൾ. കാനത് ലഹു അദ്ല ആശിരി റിഖാബിൻ, 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമുണ്ടാകും. 10 അടിമകളെ മോചിപ്പിക്കുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമുക്കറിയാം, ഒരു അടിമയെ മോചിപ്പിക്കാൻ പ്രായച്ചിത്തമുള്ള കാര്യങ്ങളിൽ അടിമയെ മോചിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പ് നോൽക്കാനാണ് ഖുർആനിലും ഹദീസിലും കാണുന്നത്. 2 മാസം തുടർച്ചയായി നോമ്പ് നോറ്റാലുള്ള പ്രതിഫലം എത്രയാണ്? അപ്പോൾ അത് ഒരടിമയെ മോചിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ അതിന് പകരമാണെങ്കിൽ അടിമയെ മോചിപ്പിക്കുന്നതിൻ്റെ പ്രതിഫലം എത്രയാണ്? അപ്പോൾ 10 അടിമകളെ മോചിപ്പിച്ചാലുള്ള പ്രതിഫലം എത്രയാണ്? അത് ലഭിക്കും ഈ ദിക്ർ 100 തവണ ചൊല്ലിയാൽ. അതേപോലെ കുത്തിബത്ത് ലഹു മിഅതു ഹസന വ മുഹിയത് അൻഹു മിഅതു സയ്യിഅ, 100 നന്മകൾ രേഖപ്പെടുത്തും, 100 തിന്മകൾ മായ്ക്കപ്പെടും. വകാനത് ലഹു ഹിർസൻ മിന ശൈത്വാനി യൗമഹു ദാലിക ഹത്താ യുംസി, അന്നേ ദിവസം വൈകുന്നേരം വരെ പിശാചിൽ നിന്ന് സംരക്ഷണമുണ്ടാകും. വലം യഅതി അഹദുൻ അഫ്ളല മിമ്മാ ജാഅ ബിഹി ഇല്ലാ അഹദുൻ അമില അക്സറ മിൻ ദാലിക്, ആ വ്യക്തിയേക്കാൾ അഫ്ളലായ ഒരു അമലുമായി ഖിയാമത്ത് നാളിൽ ആരും വരികയില്ല. അത്രയും പ്രതിഫലമുണ്ടാകും ഖിയാമത്ത് നാളിൽ, അതിനേക്കാൾ കൂടുതൽ ചെയ്തവർ ഒഴികെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 100ൽ കൂടുതലും ചൊല്ലാവുന്നതാണ്. അത്രയും പ്രാധാന്യമുണ്ടതിന്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും തുടർന്നു, വമൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫി യൗമിൻ മിഅത മറ, ഒരു ദിവസം ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു എന്ന് 100 തവണ പറഞ്ഞാൽ, ഹുത്തത് ഖതായാഹു വലൗ കാനത് മിസ്ല സബദിൽ ബഹർ, സമുദ്രത്തിലെ നുരയോളം പാപങ്ങളുണ്ടെങ്കിലും അതൊക്കെ പൊറുക്കപ്പെടുന്നതാണ്. അപ്പോൾ ഈ 2 ദിക്റുകളാണ് 100 തവണ ചൊല്ലേണ്ടത്. ഒന്ന് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ളത്, മറ്റൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഓരോന്നും 100 തവണ രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ സാധിച്ചാൽ അത് കൂടുതൽ ഖൈറാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം 1 തവണയെങ്കിലും ഈ 100 വീതമുള്ള 2 ദിക്റുകളും നമ്മൾ കൊണ്ടുവന്നാൽ അത് വളരെ വലിയ പുണ്യമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.